നിങ്ങൾ ജീവിതത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുവെങ്കിൽ സമയം പാഴാക്കരുത്. കാരണം ഈ സമയമാണ് നിങ്ങളുടെ ജീവിതം. ബ്രൂസ്ലിയുടെ ഈ വാക്കുകളിൽ നിന്നാകാം നമ്മുടെ ക്ലാസിന്റെ തുടക്കം. PSC ഫോക്കസ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് സെന്റൻസ് പാർട്ട് 2 ആണ്. പാർട്ട് 1 നേരത്തെ എടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ അത് ചെന്ന് കണ്ടിട്ട്, കാണാത്തവർ അത് ചെന്ന് കണ്ടിട്ട് ഈ ക്ലാസ് കാണുക. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ കോഴ്സ് എന്താണ്? നമ്മൾ ആത്മാർത്ഥമായി നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കുന്നെങ്കിൽ എന്ത് ചെയ്യണം? സമയം പാഴാക്കാൻ പാടില്ല കേട്ടോ. സമയം പാഴാക്കി എന്താണ്? നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്തൊന്നും എത്തിച്ചേരാൻ പറ്റില്ല. ഈ കടന്നുപോയ സമയമൊന്നും പിന്നെ തിരിച്ചു വരുന്നതുമല്ല. അതുകൊണ്ട് ഇനി എക്സാമിൻ്റെ കാലമാണ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ ഡിസംബറിനുള്ളിൽ തന്നെ എല്ലാ എക്സാമും കഴിയും. പ്രിലിംസ് കഴിയും, മെയിൻസ് കഴിയും. അപ്പോൾ ഡിഗ്രി മെയിൻ മാത്രമേ പിന്നീട് എഴുതാനുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നന്നായി പഠിക്കുക. ഈ കഴിഞ്ഞു പോയ സമയം നമ്മൾ നേരെ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വിഷമിക്കേണ്ടി വരും. പിന്നെ ഈ എക്സാം എല്ലാം കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഉടനെ പിന്നെ കൂടുതൽ എക്സാമൊന്നും ഉണ്ടാകുകയില്ല. പിന്നെ വല്ലപ്പോഴും കൂടി വീണ് കിട്ടുന്ന എക്സാമുകളെ കാണുള്ളൂ. അതുകൊണ്ട് പഠിക്കുക. ഇത്രയും നാളും നിങ്ങൾ കൊതിച്ചിരുന്നത് ഒരു ജോലിക്കാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും കയ്യിൽ വരുന്നത് വരെ നന്നായി പരിശ്രമിക്കുക, ജോലി വാങ്ങിയെടുക്കുക. പിന്നീട് ഈ സമയം പോയതിനു ശേഷം വിഷമിച്ചിട്ട് ഒരു കാര്യവും കാണത്തില്ല. നമുക്ക് ഇന്ന് ടൈപ്പ് ഓഫ് സെന്റൻസിൽ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലാണ്, പർപ്പസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇനി സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലുള്ള ടൈപ്പ് ഓഫ് സെന്റൻസ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, എങ്ങനെ അത് PSC പരീക്ഷയ്ക്ക് എഴുതാം എന്നുള്ള രീതിയിലായിരിക്കും ക്ലാസ്. അപ്പോൾ ഇതിലെ ഡെഫിനേഷനോ അങ്ങനെയൊന്നും നമുക്ക് ശരിക്കും വേണ്ട. ഒരു സെന്റൻസിനെ കണ്ടാൽ എന്താണ്, ഏത് സെന്റൻസ് ആണെന്ന് നമുക്ക് തിരിച്ചറിയണം. പിന്നെ ഇതിൽ നിന്ന് വേറെ രീതിയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യവും കൂടെ ഉണ്ട്. അതുകൊണ്ട് അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ് പറഞ്ഞു പോകുന്നത്. 4 ടൈപ്പ് ഓഫ് സെന്റൻസ് ആണുള്ളത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ. പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 4 പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത്? സിമ്പിൾ സെന്റൻസ് എന്നും കോമ്പൗണ്ട് സെന്റൻസ് എന്നും കോംപ്ലക്സ് സെന്റൻസും കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഓരോ സെന്റൻസുകൾ കണ്ടാൽ നമുക്ക് തിരിച്ചറിയണം ഏത് സെന്റൻസിൽ വരുന്നതാണെന്ന്. സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട് കോംപ്ലക്സ് 4 നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കമ്പാരിസൺ നടത്തി നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഇതില് സിമ്പിൾ സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ ക്ലാസ് ആണ് ഉള്ളത്. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ 2 or more മെയിൻ ക്ലാസ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഒരു മെയിൻ ക്ലാസ് മാത്രമുള്ളത് എന്താണ്? സിമ്പിൾ സെന്റൻസ് ആണ്. 2 അതിലധികമോ മെയിൻ ക്ലാസ് വരുന്നതാണെങ്കിൽ കോമ്പൗണ്ട് ആവും. കോംപ്ലക്സ് വരുമ്പോഴത്തേക്കും മെയിൻ ക്ലാസ്സും വരും, ഒരു സബോർഡിനേറ്റ് ക്ലാസ്സും വരും. അപ്പൊ ആദ്യത്തിൽ എന്താണ്? ഒരു മെയിൻ ക്ലാസ് ആണെങ്കിൽ സിമ്പിൾ സെന്റൻസ്. കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ 2 അതിലധികമോ മെയിൻ ക്ലാസ്. അപ്പൊ മെയിൻ ക്ലാസിന്റെ സെക്ഷൻ കഴിഞ്ഞു. ഇനി കോംപ്ലക്സ് വരുമ്പോൾ മെയിൻ ക്ലാസ്സും വരും, പിന്നെ എന്ത് ചെയ്യും? ഒരു സബോർഡിനേറ്റ് ക്ലോസും വരും. അപ്പൊ ഈ രീതിയിലാണ് പഠിച്ചു പോകുന്നത്. അപ്പം ഇതിൽ കുറച്ച് പേർക്കെങ്കിലും എന്താണ് മെയിൻ ക്ലോസ് എന്ന് അറിയാൻ താല്പര്യം ഉണ്ടാവും. അവർ ജസ്റ്റ് കേട്ടിരിക്കുക. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കില്ല, എന്താ മെയിൻ ക്ലാസ് എന്ന് ചോദിക്കില്ല. പക്ഷെ 2 or more മെയിൻ ക്ലാസ് വന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് സെന്റൻസ് എന്ന് ചോദ്യം വരും. അല്ലെങ്കിൽ ഒരു മെയിൻ ക്ലാസ് മാത്രം വന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസ് എന്ന് ചോദിക്കാം. 2 മെയിൻ ക്ലാസും ഒരു സബോർഡിനേറ്റ് ക്ലോസും വന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് ഓഫ് സെന്റൻസിൽ വരും? ഈ രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. എന്നാൽ മെയിൻ ക്ലോസ് എന്തെന്നുള്ള ചോദ്യം വരുമോ? ഇല്ല. എന്നാൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് പറഞ്ഞു തരാം എന്താണ് മെയിൻ ക്ലോസ് എന്ന്. ഒരു സബ്ജക്റ്റും ഒരു പ്രെഡിക്കേറ്റും ഉള്ളതും അർത്ഥം കംപ്ലീറ്റ് ആവുന്നത് എന്ന് വെച്ചാൽ പൂർണ്ണമായ അർത്ഥം കിട്ടുന്നതുമായ ക്ലോസിനെയാണ് എന്ത് പറയുന്നത്? മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഒരു സബ്ജക്റ്റും കാണും, ഒരു പ്രെഡിക്കേറ്റും കാണും. അത് മാത്രമല്ല ആ സെന്റൻസിന് എന്താണ്? പൂർണ്ണമായ അർത്ഥം ഉണ്ടായിരിക്കും. അതാണ് എന്ത് പറയുന്നത്? മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ സബ്ജക്റ്റും ഉണ്ടായിരിക്കും, പ്രെഡിക്കേറ്റും ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ്? അർത്ഥം പൂർണ്ണമല്ല. അതാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. അർത്ഥം പൂർണ്ണമല്ലാത്തത് സബോർഡിനേറ്റ് ക്ലോസ്, അർത്ഥം പൂർണ്ണമാകുന്നത് മെയിൻ ക്ലോസ്.
അപ്പൊ നമുക്ക് അടുത്ത് പറയാം. സിമ്പിൾ സെന്റൻസിൽ എന്തായിരിക്കും? ബീയിങ്ങിലോ ഹാവിങ്ങോ അല്ലെങ്കിൽ INGയിൽ ആരംഭിക്കുന്ന സെന്റൻസുകൾ ഉണ്ടാവും. ബീയിങ്, ഹാവിങ്, ING ഇതിൽ ആരംഭിക്കുന്ന സെന്റൻസുകൾ സിമ്പിൾ സെന്റൻസ് ആണ്. പൂർണ്ണമായ അർത്ഥം ഉണ്ടായിരിക്കും ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആയിരിക്കും. ഇപ്പൊ ഈ പൂർണ്ണമായ അർത്ഥവും ഇൻഡിപെൻഡന്റ് സെന്റൻസും ഒരേ മീനിങ് ഉള്ളതാണ്. എന്ന് വെച്ചാൽ ഇപ്പൊ ഈ എക്സാമ്പിൾ നോക്കുക. ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ സെന്റൻസിലെ അർത്ഥം കംപ്ലീറ്റ് ആവുകയാണ്. എന്താണ്? ആകാശം നീല നിറമുള്ളതാണ് അല്ലെ? അപ്പോ അവിടെ എന്താണ്? പൂർണ്ണമായ അർത്ഥമുള്ളതാണ്. അതുകൊണ്ട് ഇത് ഇൻഡിപെൻഡന്റ് സെന്റൻസ് എന്ന് പറയാം. ഇൻഡിപെൻഡന്റ് സെന്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇനി ഡിപെൻഡന്റ് സെന്റൻസ് പറയുമ്പോഴായിരിക്കും കൂടുതൽ ഇൻഡിപെൻഡന്റ് സെന്റൻസിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഇവിടുത്തെ സെന്റൻസ് നോക്കൂ. ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുമ്പോൾ ഇവിടെ അർത്ഥം ഒരു സെന്റൻസ് ആണ്, പക്ഷെ അർത്ഥം പൂർണ്ണമാകുന്നുണ്ടോ? ഇഫ് യു സ്റ്റഡി വെൽ, നിങ്ങൾ നേരെ പഠിക്കുക ആണെങ്കിൽ എന്ന് പറഞ്ഞ് നിർത്തുകയാണ്. ആണെങ്കിൽ അവിടെ അർത്ഥം പൂർണ്ണമല്ല. അപ്പം ഇതാണ് എന്ത്? ഡിപ്പെൻഡന്റ്. ഈ ഒരു സെന്റൻസ് വേറൊരു സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അതാണ് ഇങ്ങനെ പൂർണ്ണമല്ലാതെ, അർത്ഥം പൂർണ്ണമല്ലാത്തതാണ്. ഇഫ് യു സ്റ്റഡി വെൽ, നിങ്ങൾ നന്നായി പഠിക്കുകയാണെങ്കിൽ എന്ന് പറയുന്ന സെന്റൻസ് എന്താണ്? അർത്ഥം പൂർണ്ണമല്ല. അതല്ലാതെ ഇത് വേറൊരു സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. ഏത് സെന്റൻസിനാണ്? യു വിൽ പാസ് ദ എക്സാം. നീ നന്നായി പഠിക്കുകയാണെങ്കിൽ എന്താണ്? പരീക്ഷ പാസ്സാകും. അപ്പൊ യു വിൽ പാസ് ദ എക്സാം എന്ന് പറയുന്ന ഒരു സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്നത്. അർത്ഥം മനസ്സിലായോ? അപ്പൊ എന്താണ്? സിമ്പിൾ സെന്റൻസ് ആണെങ്കിൽ പൂർണ്ണമായ അർത്ഥമുണ്ടായിരിക്കും. ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറയുമ്പോൾ അർത്ഥം അവിടെ പൂർണ്ണമാവുകയാണ്. അത് മാത്രമല്ല, അതൊരു ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആയിരിക്കും. വേറൊരു സെന്റൻസിനെയും അത് ഡിപ്പെൻഡ് ചെയ്യുന്നതായിരിക്കില്ല. ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്, സിമ്പിൾ ആണ്, പൂർണ്ണമായ അർത്ഥമുള്ളതാണ്. അങ്ങനെയുള്ള സെന്റൻസിനെ എല്ലാം നമുക്ക് എന്ത് പറയാം? സിമ്പിൾ സെന്റൻസ് എന്ന് പറയാം. അപ്പൊ ഇവിടെ ഈ കാര്യം ശ്രദ്ധിക്കുക. ഒരു മെയിൻ ക്ലാസ് ആണുള്ളത്. ബീയിങ്, ഹാവിങ്, INGയിൽ ആരംഭിക്കുന്ന സെന്റൻസുകൾ എന്താണ്? സിമ്പിൾ സെന്റൻസുകളാണ്. പൂർണ്ണമായ അർത്ഥമുണ്ടായിരിക്കും, ഇൻഡിപെൻഡന്റ് സെന്റൻസ് ആയിരിക്കും. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി അതുകൊണ്ട് കോമ്പൗണ്ട് സെന്റൻസിലേക്ക് കടക്കുകയാണ്. ടു ഓർ മോർ മെയിൻ ക്ലോസ്. ടു ഓർ മോർ മെയിൻ ക്ലോസ് ഉള്ളതാണ് കോമ്പൗണ്ട് സെന്റൻസ്. അപ്പൊ ഇവിടെയും മെയിൻ ക്ലോസേ ഉള്ളൂ, പക്ഷെ എന്താണ്? ടു ഓർ മോർ മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കും. ഈ സെന്റൻസ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കും. അപ്പൊ അതെന്താണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്നുള്ളത് നമുക്ക് അടുത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടു ഓർ മോർ മെയിൻ ക്ലാസ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ എളുപ്പം മനസ്സിലാക്കാൻ ഒരു കാര്യം പറയാം. സിമ്പിൾ സെന്റൻസ് ദ സ്കൈ ഈസ് ബ്ലൂ എന്ന് പറഞ്ഞിരിക്കുന്നില്ലേ, അതുപോലെ രണ്ട് സിമ്പിൾ സെന്റൻസിനൊക്കെ തമ്മിൽ ചേർക്കുന്നതാണ് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. രണ്ട് സിമ്പിൾ സെന്റൻസിനെ ഏതെങ്കിലും ഒരു കൺജങ്ഷൻ വച്ചിട്ട് ആൻഡോ ഓറോ ബോത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു കൺജങ്ഷൻ കൊണ്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ, രണ്ട് സിമ്പിൾ സെന്റൻസിനെ ആൻഡ് ഓർ ബോത്ത് എക്സെട്ര അതുപോലെയുള്ള എന്തെങ്കിലും കൺജങ്ഷൻ കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയാം. അപ്പൊ കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ടു ഓർ മെയിൻ ക്ലോസ് ആണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു രണ്ട് സിമ്പിൾ സെന്റൻസ്. അപ്പൊ ഒരു സിമ്പിൾ സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും. രണ്ടാമത് വീണ്ടും ഒരു സിമ്പിൾ സെന്റൻസ് ആവുമ്പോൾ രണ്ടാമത് വീണ്ടും ഒരു മെയിൻ ക്ലോസ് വരും. അപ്പൊ രണ്ടും തമ്മിൽ ബന്ധിപ്പിക്കുമ്പം ഇവിടെ ആയില്ലേ രണ്ട് മെയിൻ ക്ലോസ്. അപ്പൊ രണ്ടോ അതിലധികമോ മെയിൻ ക്ലോസ് ഉണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയാം. ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് കൊണ്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. എക്സാമ്പിളും കൂടെ നോക്കിയിട്ട് പോവാം. രാജു കുക്സ് വെൽ ആൻഡ് ഈറ്റ്സ് വെൽ. രാജു നന്നായി കുക്ക് ചെയ്യും, അതുപോലെ നന്നായി കഴിക്കും. അപ്പൊ ഇവിടെ രണ്ട് സെന്റൻസ്. രാജു കുക്സ് വെൽ, അപ്പൊ നന്നായി കുക്ക് ചെയ്യും. പിന്നെ ഈറ്റ്സ് വെൽ, നന്നായി കഴിക്കും. അപ്പൊ ഇത് തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നത് ആൻഡ് എന്ന് പറയുന്ന ഒരു വേർഡ് കൊണ്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഈ ആൻഡ് ആണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ നമുക്ക് ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് കടക്കാം.
കോമ്പൗണ്ടിനെ പറയുന്നുണ്ട് വി മസ്റ്റ് ഈറ്റ്, വി കനോട്ട് ലീവ്. വി മസ്റ്റ് ഈറ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. വി കനോട്ട് ലീവ് എന്ന് പറയുന്നതും ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. കാര്യം എന്താണ്? വി മസ്റ്റ് ഈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പൂർണ്ണമായ അർത്ഥം കിട്ടുകയാണ്. വി കനോട്ട് ലീവ് അതിലും പൂർണ്ണമായ അർത്ഥം കിട്ടുകയാണ്. അപ്പൊ ആ രണ്ട് സെന്റൻസ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. ഇനി ഇത് തമ്മിൽ എന്ത് വെച്ച് ചേർത്തിട്ടുണ്ടോ? ഓർ വെച്ച് ചേർത്തിട്ടുണ്ട്. ഈ ഓർ എന്ന് പറയുന്നതാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. വി മസ്റ്റ് ഈറ്റ് ഓർ വി കനോട്ട് ലീവ്. ഈ രണ്ട് സിമ്പിൾ സെന്റൻസിനെ കണ്ടോ ചേർത്ത് വെച്ചിരിക്കുന്നത്? ഒരു കൺജങ്ഷൻ ഉപയോഗിച്ച് ചേർത്ത് വെച്ചിരിക്കുന്നത് കണ്ടോ? അപ്പൊ വി മസ്റ്റ് ഈറ്റ് എന്ന് പറയുന്നതിനകത്ത് ഒരു മെയിൻ ക്ലോസ് ഇല്ലേ? വി കനോട്ട് ലീവ് എന്ന് പറയുന്നതിനകത്തും ഒരു മെയിൻ ക്ലോസ് ഇല്ലേ? അപ്പൊ ഇത് തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് മെയിൻ ക്ലോസ് ആയില്ലേ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതിൽ അർത്ഥം വന്നില്ലേ? ഏതാണ്ട് ടു ഓർ മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞത് കിട്ടിയില്ലേ? അപ്പം എന്താണ്? രണ്ട് സിമ്പിൾ സെന്റൻസിനെ നമ്മൾ എന്താണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ചിട്ട് ബന്ധിപ്പിക്കുന്നതാണ് എന്ത് പറയുന്നത്? കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയുന്നത്. അടുത്ത് വീണ്ടും ഒരു എക്സാമ്പിൾ നോക്കിക്കേ. രാമു ഈസ് എ സ്റ്റുഡന്റ്. രാമു ഈസ് എ സ്റ്റുഡന്റ്. അതെന്താണ്? ഒരു സിമ്പിൾ സെന്റൻസ് ആണ്. പൂർണ്ണമായ അർത്ഥമുണ്ട്. രാമു ഈസ് എ സ്റ്റുഡന്റ്. രാമു ഒരു സ്റ്റുഡന്റ് ആണ്. വേണു ഈസ് എ ഡോക്ടർ. അതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. വേണു എന്ന് പറയുന്നത് ഒരു ഡോക്ടർ ആണ്. അപ്പൊ ഈ രണ്ട് സെന്റൻസും ഓരോ സിമ്പിൾ സെന്റൻസുകളാണ്. ഇനി ഇതിന്റെ ഏതാണ്ട് കണ്ടോ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആയ ആൻഡ് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. രാമു ഈസ് എ സ്റ്റുഡന്റ് ആൻഡ് വേണു ഈസ് എ ഡോക്ടർ. അപ്പൊ രാമു ഈസ് എ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സെന്റൻസ് ആകുമ്പോൾ അതിലൊരു മെയിൻ ക്ലോസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? സിമ്പിൾ സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഈ സെന്റൻസിൽ രാമു ഈസ് എ സ്റ്റുഡന്റിൽ ഒരു മെയിൻ ക്ലോസ് ഉണ്ട്, വേണു ഈസ് എ ഡോക്ടറിൽ അടുത്തൊരു മെയിൻ ക്ലോസ് ഉണ്ട്. തമ്മിൽ ബന്ധിപ്പിക്കുമ്പോൾ രണ്ട് മെയിൻ ക്ലോസ് കിട്ടുന്നില്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയില്ലേ? ടു ഓർ മോർ മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും കോമ്പൗണ്ട് സെന്റൻസിന്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് തമ്മിൽ കണക്ട് ചെയ്തതാ എന്താണ്? രാമു ഈസ് എ സ്റ്റുഡന്റ് ആൻഡ് വേണു ഈസ് എ ഡോക്ടർ. ആൻഡ് എന്ന് പറയുന്നത് എന്താണ്? കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. കുറച്ച് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. അതുകൊണ്ട് അടുത്തതിലേക്ക് പോകാം. ഫാൻ ബോയ്സ് വെൽ എന്ന് പറയുന്ന ഒരു കോഡുണ്ട്. ഫാൻ ബോയ്സ് വെൽ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓരോന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. അല്ലാതെ നമ്മൾ ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ശ്രമിച്ചാലും പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ ഇത്രയെങ്കിലും പഠിച്ചു വെക്കുക. ഫാൻ ബോയ്സ് വെൽ എന്ന് പറയുന്ന ഒരു കോഡ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ ഓരോ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഏതാണെന്നുള്ളത് ഓർമ്മയിൽ വരും. എഫ് ആണെങ്കിൽ ഫോർ ദെയർ ഫോർ എന്ന് ഓർക്കുക. എഫ് ആണെങ്കിൽ എന്താണ്? ഫോറും ദെയർ ഫോറും. എഫ് ആണെങ്കിൽ ഫോർ ദെയർ ഫോർ. എ ആണെങ്കിൽ ആൻഡ് ആണ്. എ ആണെങ്കിൽ എന്താണ്? ആൻഡ് ആണ്. എ ആൻഡ്. എൻ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ആൾസോ. എന്നിലാണെങ്കിൽ നെയ്തർ നോറും ഉണ്ട്, നോട്ട് ഓൺലി ബട്ട് ആൾസോയും ഉണ്ട്. ബി ബട്ട് ഉണ്ട്, ബോത്ത് ആൻഡ് ഉണ്ട്. ബി എന്താണ്? ബട്ട് ഉണ്ട്, ബോത്ത് ആൻഡ് ഉണ്ട്. ഓ ആണെങ്കിൽ ഓറ്, എയ്തർ ഓറ്. ഓറ് പറയുമ്പോൾ തന്നെ എയ്തർ ഓറും കൂടെ ഓർക്കുക. അപ്പൊ എന്താണ്? എഫ് ആണെങ്കിൽ ഫോർ ദെയർ ഫോർ. ഫോർ വരുന്നുണ്ട്, ദെയർ ഫോറിലും ഫോർ ഉണ്ട്. അങ്ങനെ എഫ് വെച്ച് രണ്ടെണ്ണം പഠിക്കുക. ഫോർ ദെയർ ഫോർ. എയിലാണെങ്കിൽ ആൻഡ് പഠിക്കുക. എൻ ആണെങ്കിൽ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ആൾസോ. നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ആൾസോ. ബിയിലാണെങ്കിൽ ബട്ട്, ബോത്ത് ആൻഡ്. ബട്ട്, ബോത്ത് ആൻഡ്. ഇനി ഓ ആണെങ്കിൽ ഓറ്, എയ്തർ ഓറ്. അങ്ങനെ രണ്ടെണ്ണം പഠിക്കുക. അടുത്ത് വൈ ആണെങ്കിൽ എറ്റ്, എസ് ആണെങ്കിൽ സോ സ്റ്റിൽ. സോ സ്റ്റിൽ. ഇനി വെൽ എന്ന് പറയുന്നത് ആസ് വെൽ ആസിന്റെ വെല്ലാണ് കേട്ടോ. വെൽ എന്ന് പറയുന്നത് എന്താണ്? ആസ് വെൽ ആസ്. അതിന്റെ വെല്ലാണ് പറഞ്ഞിരിക്കുന്നത്. ഫാൻ ബോയ്സ് വെൽ എന്ന് പറയുന്ന കോഡ് വെച്ചിട്ട് ഇത്രയും കണക്റ്റിംഗ് വേർഡ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് പഠിക്കുക. അല്ലാതെ നമ്മുടെ തലയിൽ ഇത് ഇരിക്കില്ല, ഉറപ്പാണ്. അതുകൊണ്ട് ഫാൻ ബോയ്സ് വെൽ എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്ത് പഠിക്കുക. എഫ് എന്തൊക്കെയാണ്? ഫോർ ദെയർ ഫോർ. എ എന്ന് പറഞ്ഞാൽ ആൻഡ്. എൻ എന്ന് പറഞ്ഞാൽ നെയ്തർ നോർ നോട്ട് ഓൺലി ബട്ട് ആൾസോ. ബി ബട്ട്, ബോത്ത് ആൻഡ്. ഓ ആവുമ്പോ ഓറുണ്ട്, എയ്തർ ഓറുണ്ട്. വൈയില് എറ്റാണുള്ളത്. എസിലാണെങ്കിൽ സോയും ഉണ്ട്, സ്റ്റില്ലും ഉണ്ട്. വെൽ പറയുന്നത് ആസ് വെൽ ആസ് പറയാൻ വേണ്ടിയിട്ടാണ് വെൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ കോഡ്? ഫാൻ ബോയ്സ് വെൽ. ഈ കോഡ് ഓർമ്മയുണ്ടെങ്കിൽ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കോമ്പൗണ്ട് സെന്റൻസിനെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. ഇതൊന്നും അല്ലാത്തത്, ഈ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഒന്നും അല്ലാതെ ഏത് വേർഡ് വന്നാലും കോംപ്ലക്സ് സെന്റൻസ് എന്ന് അങ്ങ് പഠിക്കുക. എന്താണ്?
അതുമല്ലാതെ എന്താണ് കോംപ്ലക്സ് സെന്റൻസ് നമ്മൾ എന്താണ് പറഞ്ഞത്, ഇതിനകത്ത് എന്താണ് ഒരു ഇൻഡിപെൻഡന്റും ഉണ്ടായിരിക്കും, ഒരു ഡിപ്പെൻഡന്റ് സെന്റൻസും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വായിക്കുമ്പോഴും മനസ്സിലാകും എന്താണ്, ഒരു ഇൻഡിപെൻഡന്റും ഉണ്ടായിരിക്കും, ഒരു ഡിപ്പെൻഡന്റും ഉണ്ടായിരിക്കും. ഇഫ് യു സ്റ്റഡി വെൽ, നിങ്ങൾ നേരെ പഠിക്കുകയാണെങ്കിൽ എന്ന് പറയുമ്പോൾ എന്താണ്, അതൊരു വേറൊരു സെന്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലെ. അങ്ങനെയുള്ള സെന്റൻസുകളാണ് എന്ത് പറയുന്നത്, കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയുന്നത്. ഈ കോംപ്ലക്സിനകത്ത് എന്താണ്, ഒരു മെയിൻ ക്ലോസും ഉണ്ടായിരിക്കും, ഒരു സബോർഡിനേറ്റ്, വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടായിരിക്കും. സബോർഡിനേറ്റ് ക്ലോസ് ഇതാണ് ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുന്നതാണ് സബോർഡിനേറ്റ് ക്ലോസ്. കാര്യം എന്താണ്, സബ്ജക്റ്റും ഉണ്ട് പ്രെഡിക്കേറ്റും ഉണ്ട്, പക്ഷെ അർത്ഥം പൂർണ്ണമാണോ? ഇഫ് യു സ്റ്റഡി വെൽ എന്ന് പറയുമ്പോൾ അർത്ഥം പൂർണ്ണമാകുന്നുണ്ടോ? ഇല്ല. അങ്ങനത്തെ ആണ് എന്ത്, സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. എന്നാൽ യു വിൽ പാസ് ദ എക്സാം, അതാണ് മെയിൻ ക്ലോസ്. അത് പൂർണ്ണമായ അർത്ഥമുള്ളതായിരിക്കും മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. സബ്ജക്റ്റും ഉണ്ട് പ്രെഡിക്കേറ്റും ഉണ്ട്, അർത്ഥം പൂർണ്ണവുമാണ്. അപ്പൊ എന്താണ് കോംപ്ലക്സ്? ഒരു മെയിൻ ക്ലോസ്, വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്, ഇത്രയാണ് എന്ത് കോംപ്ലക്സിലുള്ളത്. ഇനി സബോർഡിനേറ്റ് കൺജങ്ഷൻസ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കും. ഇവിടുത്തെ സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത് ഈഫ് ആണ്. ഈഫ് യു സ്റ്റഡി വെല്ലിലെ ഈഫ് ആണ് സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ മാത്രം പഠിച്ചാൽ മതി. സബോർഡിനേറ്റ് കൺജങ്ഷൻ കൂടുതൽ പഠിച്ച് കോളമാക്കണ്ട. നമ്മൾ ഇതല്ലെങ്കിൽ അത് നമ്മൾ പഠിക്കാത്ത സാധനങ്ങളൊക്കെ വരുന്നത് കോംപ്ലക്സ് ആണ് എന്നുള്ള രീതിയിൽ എടുത്താലും മതി. അല്ലെങ്കിൽ എന്താണ്, വേർഡ് സെന്റൻസിന്റെ മീനിങ് എടുക്കുക. സെന്റൻസ് മീനിങ്സ് എടുത്ത് എഴുതാൻ പറ്റുന്നവർ അങ്ങനെ എഴുതുക, അതായിരിക്കും ഈസി. ഇനി എന്താണ്, കോമ്പൗണ്ട് കോംപ്ലക്സ് ഇതുവരെ നമുക്ക് PSC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് കാണുക. രണ്ട് മെയിൻ ക്ലോസ് ഉണ്ടായിരിക്കും, പിന്നെന്താണ്, വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്. അപ്പൊ ഇത് കോമ്പൗണ്ടും ആണ് കോംപ്ലക്സും ആണ് അല്ലെ. കോമ്പൗണ്ടിൽ എന്ത് പറയുന്നുണ്ട്, ടു ഓർ മോർ മെയിൻ ക്ലോസ് എന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ, ടു ഓർ മോർ മെയിൻ ക്ലോസ്. അപ്പൊ ആ ഇതിനെടുക്കുക, ടു മെയിൻ ക്ലോസ്. ഇനി എന്താണ്, കോംപ്ലക്സ് എന്ന് പറയുന്നുണ്ട്, അപ്പൊ വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ് ഇവിടെ പറയുന്നുണ്ട്, അതിനെ എടുക്കുക, വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്. അതായത് കോമ്പൗണ്ടും കോംപ്ലക്സും രണ്ടും ഉണ്ടായിരിക്കും. അതായത് ഇതിനകത്ത് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും ഉണ്ടായിരിക്കും, സബോർഡിനേറ്റ് കൺജങ്ഷൻസും ഉണ്ടായിരിക്കുന്നതാണ് എന്ത്, കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് കോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്? കോമ്പൗണ്ട് സെന്റൻസിലുള്ളതല്ലേ. ഇനി സബോർഡിനേറ്റ് കൺജങ്ഷൻ ഏതിലുള്ളതാണ്, കോംപ്ലക്സിലുള്ളതാണ്. ഇപ്പൊ ഈ രണ്ട് കൺജങ്ഷനും തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കിക്കേ, വൈൽ ഹി പ്ലേഡ് ഹാർമോണിയം. ഇതിലെ വൈൽ എന്ന് പറയുന്നത് ഈ സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്, അതായത് കോംപ്ലക്സ് സെന്റൻസ് ആണ്. വൈൽ ഹി പ്ലേഡ് ഹാർമോണിയം. അപ്പൊ എന്താണ്, അവിടെ അർത്ഥം പൂർണ്ണമാകുന്നില്ല. വൈൽ ഹി പ്ലേഡ് ഹാർമോണിയം, അവൻ ഹാർമോണിയം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ എന്നാണ് പറയുന്നത്. ഇരുന്നപ്പോൾ ഹിസ് വൈഫ് സാങ് ആൻഡ് ഹിസ് ഡോട്ടർ ഡാൻസ്ഡ്. അവന്റെ വൈഫ് എന്താണ്, പാടുകയും അവന്റെ ഡോട്ടർ എന്ത് ചെയ്തു, ഡാൻസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ഹിസ് വൈഫ് സാങ് ആൻഡ് ഹിസ് ഡോട്ടർ ഡാൻസ്ഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് പൂർണ്ണമായ അർത്ഥം വരുന്നതാണ്. ഹിസ് വൈഫ് സാങ് ആൻഡ് ഹിസ് ഡോട്ടർ ഡാൻസ്ഡ് പൂർണ്ണമായ അർത്ഥം വരുന്നതാണ്. ഹിസ് വൈഫ് സാങ് എന്ന് മാത്രം ചോദിച്ചാൽ അത് സിമ്പിൾ സെന്റൻസ്. ഹിസ് ഡോട്ടർ ഡാൻസ്ഡ് എന്ന് മാത്രം ചോദിച്ചാൽ സിമ്പിൾ സെന്റൻസ്. രണ്ട് സിമ്പിൾ സെന്റൻസിനെ എന്ത് ചെയ്തു, ആൻഡ് എന്ന് പറയുന്ന കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ചിട്ട് കണക്ട് ചെയ്തു. അപ്പൊ അത് കോമ്പൗണ്ട് ആയില്ലേ. ഹിസ് വൈഫ് സാങ് ആൻഡ് ഹിസ് ഡോട്ടർ ഡാൻസ്ഡ് എന്ന് പറഞ്ഞപ്പോൾ അത് കോമ്പൗണ്ട് ആയി. പിന്നെ എന്ത്, കോംപ്ലക്സ് എന്ന് പറയുന്നത് വൈൽ എന്ന് പറയുന്ന വേർഡ് ചേർത്തിട്ടുള്ളത് കൊണ്ട് അത് അർത്ഥം പൂർണ്ണവുമല്ല. വൈൽ ഹി പ്ലേഡ് ഹാർമോണിയം എന്ന് പറയുന്നത് അർത്ഥം പൂർണ്ണവുമല്ല. വൈൽ എന്ന് പറയുന്ന സബോർഡിനേറ്റ് കൺജങ്ഷൻ കൊണ്ട് അത് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെ വന്നു ഈ ഒരു എക്സാമ്പിളില്, കോമ്പൗണ്ട് വന്നു, കോംപ്ലക്സും വന്നു. അപ്പൊ രണ്ടും കൂടി ചേരുമ്പോൾ കോമ്പൗണ്ട് കോംപ്ലക്സ്. ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇത് ഇതുവരെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടില്ല. ജസ്റ്റ് വളരെ ഈസിയാണ്, മനസ്സിലാക്കി പോയാൽ. അതുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം. ഇത്രയും ഭാഗം മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത് എക്സാമ്പിൾ നോക്കാം. കോംപ്ലക്സ്. ഇഫ് യു ആർ നോട്ട് ആൻ ഇന്ത്യൻ യു കനോട്ട് ബി അഡ്മിറ്റഡ്. നിങ്ങളൊരു ഇന്ത്യൻ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, അഡ്മിറ്റ് ചെയ്യില്ല. കനോട്ട് ബി അഡ്മിറ്റഡ്. അപ്പൊ ഈഫ് എന്ന് പറയുന്നത് സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. ഈഫ് എന്ന് പറയുന്നത് എന്താണ്, സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. ഇഫ് യു ആർ നോട്ട് ആൻ ഇന്ത്യൻ, അവിടെ പൂർണ്ണമാകുന്നുണ്ടോ അർത്ഥം? ഇഫ് യു ആർ
യു ആർ നോട്ട് ആൻ ഇന്ത്യൻ എന്ന് പറയുമ്പോൾ അവിടെ അർത്ഥം പൂർണ്ണമാകുന്നില്ല. നിങ്ങൾ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു നിർത്തുകയാണ് ഇൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവിടെ അർത്ഥം പൂർണ്ണമല്ല. ആ സെന്റൻസ് ആണ് എന്ത്? കോംപ്ലക്സ് സെന്റൻസ്. ഒരു അർത്ഥം പൂർണ്ണമല്ലാത്തത് ഉണ്ടാവും. അടുത്ത് രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. ടെൽ മീ വെയർ യു ലീവ്. ടെൽ മീ വെയർ യു ലീവ്. നിങ്ങൾ പറയൂ എന്ന് പറയണം. അവിടെ പറയൂ എന്ന് പറഞ്ഞ് നിർത്തുമ്പോൾ അർത്ഥം പൂർണ്ണമാകുന്നുണ്ടോ? ടെൽ മീ എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാകുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അതെന്തായത്? കോംപ്ലക്സ് ആയത്. അപ്പൊ അർത്ഥം പൂർണ്ണമാകുന്നുണ്ടോ ഇല്ലേ എന്ന് നോക്കിയാൽ പോലും നമുക്ക് കോംപ്ലക്സ് സെന്റൻസിന് കണ്ടുപിടിക്കാൻ പറ്റും. ഹി ആസ്ക്ഡ് വൈ ഐ കെയിം. അപ്പം ഈ ഓരോ സെന്റൻസിൽ ബോൾഡ് ആക്കി കൊടുത്തിരിക്കുന്നതാണ് എന്ത്? സബോർഡിനേറ്റ് കൺജങ്ഷൻ എന്ന് പറയുന്നത്. ഇഫ്, വെയർ, വെയ്, ദാറ്റ്, വിച്ച് അങ്ങനെയൊക്കെ വരും. അതെല്ലാം എന്താണ്? സബോർഡിനേറ്റ് കൺജങ്ഷൻ ആണ്. ഹി ആസ്ക്ഡ് വൈ ഐ കെയിം. ഹി ആസ്ക്ഡ് അവൻ ചോദിച്ചു എന്ന് പറയുമ്പോൾ അർത്ഥം പൂർണ്ണമാകുകയാണ്. ഒരു സെന്റൻസ് പൂർണ്ണമാകുന്നില്ല. അത് എന്താണ്? ഒരു ഡിപ്പെൻഡന്റ് ആണ്. ഐ കെയിം എന്ന് പറയുന്നതിനകത്ത് വേ ഐ കെയിം എന്ന് പറയുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഹി ആസ്ക്ഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹി കൺഫസ്ഡ് ദാറ്റ് ഹി വാസ് ഗിൽറ്റി. ഹി വാസ് ഗിൽറ്റി എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണമായ അർത്ഥം വരുന്നതാണ്. പക്ഷെ ഹി കൺഫസ്ഡ് എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥം വരുന്നതല്ല. അപ്പം പൂർണ്ണമായ അർത്ഥം വരാത്ത ഒരു പാർട്ട് കാണും, അർത്ഥമുള്ളതും ഒരു പാർട്ട് കാണും. ഇത് തമ്മിൽ എന്താണ്? ഒരു സബോർഡിനേറ്റ് കൺജങ്ഷൻ കൊണ്ട് ബന്ധിപ്പിക്കുകയാണെങ്കിൽ അത് കോംപ്ലക്സ് സെന്റൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് കോമ്പൗണ്ട് സെന്റൻസിന്റെ കോഡ് ഓർത്തിരിക്കുക. എന്താണ്? ഫാൻ ബോയ്സ് വെൽ. അത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ കോംപ്ലക്സ് സെന്റൻസിന്റെ സബോർഡിനേറ്റ് കൺജങ്ഷൻ നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സെന്റൻസുകൾ തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇത് മനസ്സിലായോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 3 വന്നിട്ടുണ്ട്. അതിനെ ഞാൻ ലാസ്റ്റ് സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്കും നിങ്ങൾ അതിന്റെ ആൻസർ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഞാൻ പറഞ്ഞത് കൊണ്ട് അർത്ഥമുണ്ടായി, അതുകൊണ്ട് ഒരു ഫലം ഉണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ചോദ്യം, A dash is made up of 2 or main clauses. അപ്പൊ എന്താണ്? 2 or more മെയിൻ ക്ലോസ് മാത്രം വരുന്ന സെന്റൻസുകളെ എന്ത് പറയും എന്നാണ് ചോദ്യം. A dash is made up of 2 or more മെയിൻ ക്ലോസ്. 2 or more മെയിൻ ക്ലോസ് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഓരോന്നായിട്ട് മനസ്സിൽ നോക്കുക. സിമ്പിൾ സെന്റൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടീഷനാണ് പറഞ്ഞത്? ഒരു മെയിൻ ക്ലോസ് വരുന്നതാണ് സിമ്പിൾ സെന്റൻസ്. ഇനി എന്താണ്? കോമ്പൗണ്ട് സെന്റൻസ് എന്താണ് പറഞ്ഞത്? ഒന്നോ അതിലധികമോ അല്ലെ, രണ്ടോ അതിലധികമോ 2 or more മെയിൻ ക്ലോസ് വരികയാണെങ്കിൽ എന്താണ്? അത് കോമ്പൗണ്ട് സെന്റൻസ് ആണ് എന്ന് നമ്മൾ പഠിച്ചില്ലേ. ഇനി എന്താണ്? കോംപ്ലക്സ് എന്താണ്? ഒരു മെയിൻ ക്ലോസും 1 or more സബോർഡിനേറ്റ് ക്ലോസും കൂടെ വരികയാണെങ്കിലാണ് കോംപ്ലക്സ് ആവുന്നത്. കോമ്പൗണ്ട് കോംപ്ലക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 2 മെയിൻ ക്ലോസും 1 or more സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ട് കോംപ്ലക്സ് ആയി. അപ്പൊ ഈ ചോദ്യം എന്താണ്? എ ഡാഷ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more മെയിൻ ക്ലോസ്. 2 അതിലധികമോ മെയിൻ ക്ലോസ് മാത്രം വരുന്നതാണ്. മെയിൻ ക്ലോസ് വരുന്ന 2 കാര്യങ്ങളെ നമ്മൾ പഠിക്കുന്നുള്ളൂ. മെയിൻ ക്ലോസ് മാത്രം വരുന്നത് സിമ്പിൾ സെന്റൻസിലും കോമ്പൗണ്ട് സെന്റൻസിലും. ഇനി അത് കഴിഞ്ഞാൽ കോംപ്ലക്സിലും കോമ്പൗണ്ട് കോംപ്ലക്സിലും എന്തും കൂടെ വരും? സബോർഡിനേറ്റ് ക്ലോസും കൂടെ വരും അല്ലെ. അപ്പൊ മെയിൻ ക്ലോസ് മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ അത് വരാനുള്ള സാധ്യതയുള്ളത് എന്താണ്? സിമ്പിൾ സെന്റൻസിലും കോമ്പൗണ്ട് സെന്റൻസിലും അല്ലേ. സിമ്പിൾ സെന്റൻസിലാണെങ്കിൽ എന്താണ്? ഒരു മെയിൻ ക്ലോസ്. കോമ്പൗണ്ട് സെന്റൻസിലാണെങ്കിൽ 2 or more മെയിൻ ക്ലോസ്. അപ്പൊ ഇത് ഏത് സെന്റൻസ് ആണ്? കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഇത് ചോദ്യം ഏതിനാണ് വന്നത്? ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഇംഗ്ലീഷ് 2015 ചോദിച്ച ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യം, ഹി പ്രാക്ടീസ് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ റെഗുലർലി ഈസ് എ. ഇത് ഏത് സെന്റൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഹി പ്രാക്ടീസ് ക്രിക്കറ്റ്. ഹി പ്രാക്ടീസ് ക്രിക്കറ്റ് എന്ന് മാത്രം വന്നു കഴിഞ്ഞാൽ അതെന്താണ്? ഒരു സിമ്പിൾ സെന്റൻസ്. അടുത്ത് ഹി പ്രാക്ടീസ് ഫുട്ബോൾ റെഗുലർലി എന്ന് പറഞ്ഞാലോ അതും ഒരു സിമ്പിൾ സെന്റൻസ് ആവും. പക്ഷെ നടുക്ക് എന്ത് സംഭവമുണ്ട്? ആൻഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പൊ നമ്മുടെ കോഡ് ഓർക്കുക. എന്താണ്?
ഫാൻ ബോയ്സ് വെൽ. ഫാൻ ബോയ്സ് വെല്ലിൽ ഇത് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഫാൻ ബോയ്സ് വെല്ലിൽ ഇതിനകത്ത് എന്തെങ്കിലും കൺജങ്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഫാൻ ബോയ്സിലെ എഫ് എന്താണ്? എഫ് എന്ന് പറയുന്നത് ഫോർ, ദെയർ ഫോർ. അടുത്ത് എ എന്ന് പറയുന്നത് എന്താണ്? ആൻഡ്. കണ്ടോ? എഫ് എ എൻ, ഫാൻ ബോയ്സ് വെൽ. എഫ് എന്ന് പറയുന്നത് ഫോറും ദെയർ ഫോറും. എ എന്ന് പറയുന്നത് ആൻഡ് ആണ്. അപ്പൊ ഇവിടുത്തെ സെന്റൻസ് നമ്മൾ ആൻഡ് കൊണ്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആൻഡ് കൊണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇതുകൊണ്ട് ഇത് ഏത് സെന്റൻസിൽ വരും? കോമ്പൗണ്ട് സെന്റൻസിൽ വരും. അടുത്ത ചോദ്യം നോക്കാം. ഐഡന്റിഫൈ ദ കോംപ്ലക്സ് സെന്റൻസ്. കോംപ്ലക്സ് സെന്റൻസിനെ ഐഡന്റിഫൈ ചെയ്യണം. അപ്പൊ ഓരോ സെന്റൻസും വായിച്ചു പോകുമ്പോൾ അത് ഏത് സെന്റൻസ് എന്ന് റൂൾസ് മനസ്സിൽ ഓർക്കുക. അപ്പോൾ റൂൾസും തറവാവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കറക്റ്റ് ആയിട്ട് ചെയ്യാനും പറ്റും. റൂൾസും തറവായി വരും. അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ നോക്കാം. ഓവൻസ് പിയാനോ പ്ലേസ് വെൽ. ഓവൻസ് പിയാനോ പ്ലേസ് വെൽ. ഓവൻസ് എന്താണ്? പിയാനോ നന്നായാണ് വായിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? ഇതൊരു സിമ്പിൾ സെന്റൻസ് അല്ലേ? ഓവൻസ് പിയാനോ പ്ലേസ് വെൽ എന്ന് പറഞ്ഞാൽ അർത്ഥം പൂർണ്ണമാകുകയല്ലേ? അപ്പോൾ ഇതൊരു സിമ്പിൾ സെന്റൻസ് ആണ്. രണ്ടാമത്തത് നോക്കാം. ഓവൻ ഹാസ് എ പിയാനോ ആൻഡ് ഇറ്റ് പ്ലേസ് വെൽ. അപ്പൊ ഇപ്പോഴേ നമ്മൾ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ പറഞ്ഞതാണ്, ആൻഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? ഓവൻ ഹാസ് എ പിയാനോ ആൻഡ് ഇറ്റ് പ്ലേസ് വെൽ. രണ്ട് സിമ്പിൾ സെന്റൻസിനെ എന്ത് ചെയ്തു? ആൻഡ് വെച്ച് കണക്ട് ചെയ്തു. അപ്പോൾ ഫാൻ ബോയ്സ് വെൽ, അതിനകത്ത് ആൻഡ് വരുന്നുണ്ട്. ഇനി അടുത്ത സെന്റൻസ് നോക്കാം. ഓവൻ ഹാസ് എ പിയാനോ വിച്ച് പ്ലേസ് വെൽ. ഈ വിച്ച് എന്താണ്? അത് നമ്മുടെ ഇതിനകത്ത് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഫാൻ ബോയ്സ് വെൽ. ഫാൻ ബോയ്സ് എന്ന് പറയുന്ന ഇതിനകത്ത് എവിടെയെങ്കിലും ഡബ്ല്യു വരുന്നുണ്ടോ? ഇല്ല. പിന്നെ വരുന്നത് വെല്ലാണ്. വെൽ വന്ന എന്താണ്? ആസ് വെൽ ആസ്. ആസ് വെൽ ആസ് ആണ് വെൽ എന്ന് പറയുന്നത്. അപ്പോൾ വിച്ച് എന്ന് പറയുന്നത് അതിനകത്ത് വരുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ അതിനെ നമുക്ക് ആ ഒരു സി എന്ന് പറയുന്ന ഒരു ഓപ്ഷനെ തൽക്കാലം മാറ്റി വെക്കാം. ഇനി അടുത്ത ഡി ഓപ്ഷൻ നോക്കൂ. ഓവൻ ഹാസ് എ പിയാനോ ബട്ട് ഇറ്റ് ഡസന്റ് പ്ലേ വെൽ. അപ്പൊ ഇവിടെ ബട്ട് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഫാൻ ബോയ്സ് വെൽ, അതിൽ ബി വരുന്നുണ്ടോ? ഉണ്ട്. ബി എന്ന് പറയുന്നത് എന്താണ്? ബട്ടും ആണ് ബോത്തും ആണ് അല്ലെ? ബട്ട് ബോത്ത്. ബി എന്ന് പറഞ്ഞാൽ ബട്ടും ആണ് ബോത്തും ആണ്. അപ്പം ബോയ്സിൽ ഫാൻ ബോയ്സ്, ബി എന്ന് പറയുന്നത് എന്താണ്? ബട്ടും ആണ് ബോത്തും ആണ്. അപ്പം അതുകൊണ്ട് എന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. ഓവൻ ഹാസ് എ പിയാനോ ബട്ട് ഇറ്റ് ഡസന്റ് പ്ലേ വെൽ. ബട്ട് എന്ന് പറയുന്നത് എന്താണ്? ഒരു കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ആണ്. അതുകൊണ്ട് അതൊരു കോമ്പൗണ്ട് സെന്റൻസ് ആണ്. അപ്പൊ ആൻസർ ഏതായിരിക്കും? സി ഓപ്ഷൻ ആയിരിക്കില്ലേ? ആൻസർ എന്ന് പറയുന്നത് സി ഓപ്ഷൻ. ഓവൻ ഹാസ് എ പിയാനോ വിച്ച് പ്ലേസ് വെൽ എന്ന് പറയുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എന്താണ്? ഏറ്റവും കൂടുതൽ വരുന്നത് പർപ്പസിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഇംപറേറ്റീവ് സെന്റൻസ്, ഇന്ററോഗേറ്റീവ് സെന്റൻസ്, സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ അസർട്ടീവ് സെന്റൻസ് ഒക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് വരില്ല എന്ന് അതുകൊണ്ട് പറയാൻ പറ്റില്ല. പഠിക്കാൻ എളുപ്പമാണ്. ഒന്ന് ക്ലാസ് കേട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പഠിക്കാം. ചോദ്യങ്ങൾ വരികയാണെങ്കിൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് പഠിക്കുക. ഇനി എന്റെ ക്ലാസ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോഴേ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.